destroy, and where thieves break in and steal. But lay up for yourselves treasures in heaven, for neither moth nor rust destroys, and where thieves do not break in and steal. For where your treasure is, there your heart will be also. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. In conclusion, I just want to say this. ഞാൻ അവസാനത്തോളം ബന്ധം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. Taking all the resources that God has given into our hands, ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എടുത്തിട്ട് we can spend it in two ways. രണ്ട് വിധത്തിൽ നമുക്ക് ചിലവഴിക്കാം. One is you spend it here, ഒന്ന് ഇവിടെ തന്നെ നിങ്ങൾ ചിലവഴിക്കുക. in such a way that you will not have anything there. അത് സ്വർഗത്തിൽ ഒന്നുമില്ലാത്ത നിലയിൽ നമുക്കത് ചിലവഴിക്കാം. The other thing is you can spend it here in such a way that it will be stored up there. എന്നാ മറ്റൊരു വശം എന്ന് പറയുന്നത് നാം ഇവിടെ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകത്തക്ക വിധം നമുക്ക് ഇവിടെ അത് സ്പെൻഡ് ചെയ്യാം. And I don't have to explain what's the difference between these. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. Family finance management. ഒരു കുടുംബത്തിന്റെ ആ സമ്പത്ത് ഏത് നിലയിൽ ചിലവഴിക്കണം. Let God become the priority of our families, not money. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുൻഗണനയുള്ളത് പ്രാധാന്യമുള്ളത് ദൈവമായിരിക്കട്ടെ, സമ്പത്താകുവാൻ പാടില്ല. Let money be our servant and let it never become our master. സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ദാസനും ഒരിക്കലും അത് യജമാനാകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കുക. If there is any family where the relationship is hampered because of money management, I will tell you, please let not money break the unity of the family. Sit together, talk it out, solve the problems, and with the consent and the approval of one another, let the family spend the resources. ഏതെങ്കിലും കുടുംബത്തിൽ ഈ സമ്പത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവർ ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിച്ചിട്ട് ആ കാര്യങ്ങളെ സോൾവ് ചെയ്ത് ആ ദൈവനാമത്തിനായിട്ട് അവർ വരേണ്ടതുണ്ട്. ഈ സമ്പത്ത് ഒരിക്കലും കുടുംബത്തിന് ഒരു പ്രശ്നമായിട്ട് മാറുവാൻ പാടില്ല. Next, then be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.